ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടുള്ള രീതിയിൽ കേക്ക് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മടിക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മളിവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ആ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റും അതുപോലെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടം ആ ബിസ്ക്കറ്റ് എടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. പാർലേജിയുടെ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത്. ഫസ്റ്റ് നമുക്ക് ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഇത് ബിസ്ക്കറ്റിൽ മധുരം ഉണ്ട്, പക്ഷേ നമ്മൾ പാലൊക്കെ ചേർക്കുമ്പം വീണ്ടും മധുരം കുറയും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. തണുത്ത പാലായിരുന്നു ഞാൻ അടുപ്പിലോട്ടൊന്ന് വെച്ച് തണുപ്പൊന്ന് മാറ്റിയെടുത്തിട്ടുള്ള പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് അടിച്ചെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇത് കുക്കറിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് വേണം ഇത് ബേക്ക് ചെയ്യാൻ. ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണത്, നല്ല ബബിൾസൊക്കെ വന്നിരിക്കുകയാണ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് കുക്കറിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കായിട്ടുള്ള പരുവമല്ല, തിന്നായിട്ടുള്ള പരുവമല്ല, അങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്ക് കേക്ക് ബാറ്റർ ഉള്ളത്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പല വിധേനയും ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് മുന്നേ പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ വേണമെങ്കിൽ സോസ് പാനിൽ ഒഴിച്ച് ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടിന്നിൽ ഒഴിച്ചിട്ട് സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. അപ്പോഴേക്ക് ഇത് ബേക്കായിട്ട് വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇതിൻ്റെ മുകളിൽ കുക്കർ ഇറക്കി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു 25-30 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഫസ്റ്റ് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, മറക്കരുത്. പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ അല്ല എന്നറിയാം. അപ്പോൾ ക്രീം നിങ്ങൾക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ഈ കേക്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ഈ കേക്ക് കഴിക്കാൻ രുചിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വീട്ടിലുണ്ടാക്കാൻ പല വഴിയുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് നെയ്യുണ്ടല്ലോ, നെയ്യ് എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഐസിങ് ഷുഗറും ചേർത്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരുപാട് വിധേന നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിരുന്നു, ഹോം മെയ്ഡ് ക്രീം. ഇതിൽ അത് ചേർക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ചീറ്റിപ്പോയി, ശരിയായില്ല. പിന്നെ ഞാൻ ഈ ക്രീമിലേക്ക് കുറച്ച് ഐസിങ് ഷുഗറും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരല്പം യെല്ലോ കളറും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതൊരു ഐസിങ് ബാഗിലോട്ട് മാറ്റാം കേട്ടോ. ഐസിങ് ബാഗിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. കേക്കൊക്കെ റെഡിയായി കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഇത് പുറത്തെടുക്കാം. അപ്പോൾ എന്തായാലും കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വിട്ടിട്ട് കേക്കിനെ അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ബബിള് പോലെ ഇരിക്കുന്നുണ്ടോ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇത് കുക്കറിനകത്തേക്ക് ഒഴിച്ചിട്ട് കുക്കർ ഒന്ന് തട്ടി കൊടുക്കുക, ഒന്ന് 2-3 വട്ടം തട്ടി കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ബബിള് പോലെ പൊന്തി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ അകത്ത് നിന്നെടുത്ത് ഒരു ക്രീം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒരല്പം പാലൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ, ക്രീമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഷുഗർ സിറപ്പ് നനയ്ക്കുന്നുണ്ട്. നമ്മൾ ക്രീമൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് നനച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഇത് ഇതുപോലൊരു ഷേപ്പാക്കി കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് പോലെയുള്ള ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാടൊന്നും ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാനൊന്ന് ഫിനിഷ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു, അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദയും ഒന്നും തന്നെ വേണ്ട, സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ബിസ്ക്കറ്റ് വെച്ചാണ് നമ്മളിത് ചെയ്തെന്ന് പറയുക പോലുമില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മടിക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.